പട്ടിക്കരിപറടാ മോനെ ഡിവൈഎസ്പി പ്രദീപേ, നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ എഫ്ഐആർ ഇട്ടതെന്നാണ് നമുക്ക് ഇന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നിന്റെ പാർട്ണറുമായ ഡോക്ടർ ഷാഫി, അതായത് വാളകം മേഴ്സിയിലും പത്തനാപുരം EMS-ലും പിന്നെ കുന്നിക്കൂട് ഒരു ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്ന, അതായത് നേരത്തെ വിജയ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് അടിച്ചിറക്കി വിട്ട് അവന്റെ പെണ്ണുപിടി കാരണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തോട്ട് വിടുന്നതിന്റെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് എഫ്ഐആർ ഇടിയിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഡിവൈഎസ്പി പ്രദീപ് ആരോ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇപ്പം നിലവിലിരിക്കുന്ന അപർണ മേളത്തിന് മുന്നേ ഇരുന്ന ഡിവൈഎസ്പി പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തി, അതായത് മുൻ ഡിവൈഎസ്പി, അവനെ അവിടുന്ന് സ്ഥലം മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിയായിരുന്നു. അഴിമതി എന്ന് വെച്ചാൽ ഇവൻ അവിടുത്തെ ബ്ലേഡ് മാഫിയയും പീഡനക്കാരെയും അതുപോലെ തന്നെ മണൽ മാഫിയയും ഇവരുടെ കയ്യിൽ നിന്നെല്ലാം 1000 രൂപ വരെ മേടിച്ച് കേസുകൾ ഒത്തുതീർപ്പ് ചെയ്യുകയും ഇവന്റെ പല പ്രശ്നങ്ങൾക്കും ബിനാമിയായിട്ട് നിൽക്കുന്ന 50 ലക്ഷം രൂപ വരെ ഇവന്റെ ബിനാമിയായിട്ട് ഈ ഡോക്ടർ ഷാഫിയും അഞ്ച ശ്രീകൃഷ്ണ ഗ്രൂപ്പിന്റെ രജിത്തിന്റെയും കൈ കിടപ്പുണ്ട് റോൾ ചെയ്യാൻ കൊടുത്തേക്കുന്നത്. ഇവന്മാരാണ് ബിനാമി. യവന്മാരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താതിരിക്കാൻ വേണ്ടി ഇവൻ അവിടുന്ന് ലാസ്റ്റ് സ്ഥലം മാറ്റി വിട്ടതാണ്. ഇവൻ അവിടുത്തെ ബിനാമിയാണ് യവന്മാരുടെയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കണം. യവന്മാർക്കൊക്കെ എതിരെ നമ്മൾ വീഡിയോ ചെയ്താൽ നമ്മുടെ കുടുംബത്തെ ആക്ഷേപിക്കുവാണ് ഈ ചെറ്റകള്. നിന്നെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. നിയമപരമായി തന്നെ നിന്നെയൊക്കെ മുന്നോട്ട് വെക്കും. നിന്റെ ഈ ഒരു കാക്കിയുടെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിഫോം ഇട്ടിട്ട് നിന്റെയൊക്കെ സഹപ്രവർത്തകരെയും മറ്റു കേരള പോലീസിലെ പല ഉദ്യോഗസ്ഥരെയും നീയൊക്കെ നാണം കെട്ടുന്ന നിന്നെ പോലുള്ള ചെറ്റകൾ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് നല്ലതുകൊണ്ട് അറിയാഞ്ഞിട്ട് തന്നെയാണ് നട്ടലോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിന്നെയൊക്കെ നിയമപരമായിട്ട് തന്നെ നേരിടും. ഇതിനെന്താ ചെയ്യേണ്ടത് ഞാൻ അന്വേഷിച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. പ്രദീപ, നീ ചെവി നുള്ളി വെച്ചോ. നീ കുടുംബത്ത് കയറി കളിച്ചപ്പോ നീ ഓർക്കണമായിരുന്നു നിനക്കും എല്ലാം ഉണ്ടെന്ന്. ഷാഫി, നീ എണ്ണിയിരുന്നോ നാളെ തൊട്ടുള്ള കഥകൾ വരുന്നത്? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നൊന്നുമില്ല.